രാവിലെ പുട്ട് കൊടുത്ത് ബർത്ത്ഡേ ആഘോഷിപ്പിച്ച ചങ്കിനെ ബാസികരനെയും കൂട്ടി ജിമ്മിൽ പോയി ഒരു കേക്ക് കൊടുത്ത് ഹാപ്പി ആക്കാൻ പോണ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രശസ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഡോക്ടർ അൻസിൽ എം എ വഴിയാണ് കേട്ടോ. കേക്ക് ഷോപ്പിലെത്തിയപ്പോൾ ബാസികർ ഉണ്ട്, ഞാനാ മെയിനെന്നും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോണ്. അകത്തെത്തിയതാ നമ്മൾ ഈ മച്ചാൻ്റെ അടുത്ത് ഷംനാദിൻ്റെ സ്പെല്ലിങ് സഹിതം പറഞ്ഞു കൊടുത്തു. സ്പെല്ലിങ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മച്ചാനെ വൃത്തിയായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഷംനാദ് എഴുതി തന്നു കേട്ടോ. പിന്നെ ഈ മച്ചാൻ്റെ കുറച്ച് അലങ്കോലപ്പണികൾ ഉണ്ടായിരുന്നു എന്ന് അത് കണ്ടപ്പോൾ ബാസികർ പറയുന്നത് ഇങ്ങനെയൊന്നല്ല, ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഇതുപോലൊന്നല്ല എഴുതിയെന്നും പറഞ്ഞു എന്തൊക്കെയൊക്കെയോ തള്ളി തുടങ്ങുന്നത്. ഞാനത് മൈൻഡാക്കാനേ പോയില്ല. ബാസികറിൻ്റെ തള്ളു കേട്ടിട്ടാന്ന് തോന്നുന്നു മച്ചാൻ പെട്ടെന്ന് അത് പാക്കാക്കിയിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അപ്പോടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിതാ അപ്പം ഇനി ഷുഗർ ഡയറ്റുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലേക്ക് കേക്കും കൊണ്ടുപോകണം. ജിമ്മിൽ കയറി മെയിനാവാൻ നോക്കിയത് ബാസികറിൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് ഈ പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് സിബിൽ സാർ മാസം അണിച്ചിട്ടോ. അല്ലാ ബിലാലിക്കനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഷിബിൽ സാറിനെ കുറിച്ച് പറയാം കേട്ടോ. ഷിബിൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. ഈ ഷിബിൽ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ മസിൽമാനും പിന്നെ ഈ ഷിബിൽ സാറും കൂടിയിട്ടാണ് കേട്ടോ. അത് മാത്രം അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായേ. കേക്കിൽ വെക്കാൻ വേണ്ടി ഞാൻ മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മെഴുകുതിരി എത്തിക്കാൻ ലൈറ്ററില്ല. അതിനാണ് ഈ കളിയാക്കലൊക്കെ ദുഷ്ടൻ. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നേ. നമ്മൾ ഷംനാദിനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ വിളിച്ചു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞേ, അവൻ വന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. എല്ലാവരും ഭയങ്കര ആരവങ്ങളൊക്കെ ആയിട്ട് അവനെ വരവേറ്റതായിരുന്നു. പിന്നെ ഞാൻ കുറേ പറഞ്ഞു ഒന്നുകൂടെ വന്നു, പക്ഷെ അവൻ കേട്ടില്ല. അവനൊരു ചമ്മല്. ആ വീഡിയോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചേനെ. പക്ഷെ എന്ത് പറയാനാ, തെറ്റെൻ്റെ ഭാഗത്താ. അത് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് ഈവന്മാർ രണ്ടുപേരും കൂടിയിട്ട് എന്നെ കൂട്ടാണ്ട് മുഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഏറ്റവും വലുവും നിന്നിട്ട് അവൻ കട്ട് ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും വന്നിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടോ. അങ്ങനെ അവൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പീസ് ഷിബിൽ സാറിന് കൊടുത്തുട്ടോ. അല്ലെങ്കിൽ ഗുരുഭക്തി നല്ലതാണല്ലോ, അല്ലെങ്കിൽ ആ തെണ്ടി പണിയെടുപ്പിക്കും നല്ലോണേ. രണ്ടാമത്തെ പീസ് അവൻ എന്തായാലും ഞങ്ങളുടെ എല്ലാ റോൾ മോഡലായ മിസ്റ്റർ ഇന്ത്യൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തേ. മിസ്റ്റർ ഇന്ത്യ അവനും കൊടുത്തിട്ട് പറഞ്ഞു, എടാ മോനെ നീ നന്നായി വരുന്നു. ഷോ അവൻ്റെ ഒരു സന്തോഷം കാണും. പിന്നെ ഞാൻ ചെന്നിട്ടൊരു പീസ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ കേക്ക് ആകുമ്പോൾ അതിൻ്റെ ക്രീം എടുത്തിട്ട് എന്തായാലും ആളുടെ മുഖത്ത് വെക്കണം, അതാണല്ലോ അതിൻ്റെ ഒരു ഏത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നമ്മൾ അണ്ണൻ ഇങ്ങനെ കട്ട് ചെയ്താലെന്ന് ചോദിക്കുമ്പോണ്ട് മിസ്റ്റർ ഇന്ത്യ വന്നിട്ട് അതിൻ്റെ ശാസ്ത്രീയ വശം അങ്ങനെയൊന്നല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ബാസി പറയാം അങ്ങനെയൊന്നല്ല, സൗദിയിൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു രീതി പറഞ്ഞു കൊടുത്തേ. അങ്ങനെ അത് രണ്ടും വേണ്ട, എൻ്റെ ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷിബിലി സാറ് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു രീതി പറഞ്ഞു കൊടുത്തു. ഷിബിലി സാറ് പറഞ്ഞ രീതിക്ക് കട്ട് ചെയ്യാൻ പോയപ്പോൾ അത് എങ്ങനെയൊന്നല്ല അവൻ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ ഇന്ത്യ കത്തി വാങ്ങിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം ബർത്ത്ഡേ കേക്ക് വേറൊരുത്തും വെട്ടുന്നുണ്ടില്ലെന്നും പറഞ്ഞ് പുച്ഛിച്ചവൻ മാറി നിന്നേ. അപ്പോൾ നമ്മുടെ അവിനാഷ് ബ്രോ വന്നിട്ട് എടാ ഇത് ഇങ്ങനെയൊന്നല്ല കട്ടയിൽ ഞാൻ പറഞ്ഞടാ എന്നും പറഞ്ഞേ. അപ്പം നമ്മുടെ ബാസി പറയാണ് ഷിബിലി സാർ ഇപ്പോൾ സൈഡായി, ഇനി മുതൽ അവിനാഷ് ബ്രോ ആണ് മെയിൻ. അപ്പോൾ ഷിബിലി സാർ പറഞ്ഞു ഓക്കെ ഞാൻ പോകുന്നു. അങ്ങനെ എനിക്ക് കേക്കിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വേണമെന്നും പറഞ്ഞിട്ട് അവിനാഷ് ഓൾറെഡി മുറിച്ച് വെച്ച കേക്കിൻ്റെ മുകളിൽ കൂടെ വീണ്ടും മുറിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. കട്ടിങ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്ററിൻ്റെ 4 പീസും ചാക്കിലാക്കി പോയിട്ടോ. പിന്നെ ഉള്ള പീസ് വീണ്ടും കട്ട് ചെയ്ത് നമ്മുടെ ഷിബിലി സാർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെക്കന്മാരെല്ലാം ഹാപ്പിയാണ്. അതിൻ്റെ ബാക്കിൽ കിടന്നിട്ട് നമ്മുടെ അവിനാഷ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഊഫ് 10 സ്റ്റെപ്സ് ഓൺലി.